അങ്ങനെ കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചാൽ ഇവരതിന് നിന്നു കൊടുക്കണ്ടേ? അങ്ങനെ നിന്നു കൊടുത്താൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവും. അത് അവസാനം അച്ഛനും മകനും മാത്രമുള്ള ഒരു സ്ഥിതി വരും. വെള്ളാപ്പള്ളി നടേശൻ ബി.ജെ.പിയുടെ കൂടെ കൂടിയപ്പോഴുണ്ടായ അവസ്ഥയാണ് അങ്ങനെ സംഭവിച്ചാൽ കേരള കോൺഗ്രസിന് സംഭവിക്കുക. ബി.ഡി.ജെ.എസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ആണ് ബി.ഡി.ജെ.എസ് ബി.ജെ.പിയുമായി കൂട്ടുകൂടിയത്. ഇലക്ഷന്റെ ഫലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ബി.ജെ.പിയുമായി കേരള കോൺഗ്രസ് കൂട്ടുകൂടിയാൽ അതേ അനുഭവം തന്നെ ഉണ്ടാകും. അതുമാത്രമല്ല, കേരള കോൺഗ്രസിന്റെ അണികൾ അത് സമ്മതിക്കാൻ പോകുന്നില്ല. ആർ.എസ്.എസിന്റെ പ്രത്യയശാസ്ത്രം അതിനെ കേരള കോൺഗ്രസ് അംഗീകരിക്കാൻ കഴിയില്ല. ആർ.എസ്.എസ് മുഖ്യ ശത്രുക്കളായി കാണുന്നത് മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ഈ മൂന്ന് കൂട്ടരാണ് ആർ.എസ്.എസിന്റെ ശത്രുക്കൾ. ഇവരെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആർ.എസ്.എസുമായി കേരള കോൺഗ്രസിന് എങ്ങനെ യോജിക്കാൻ സാധിക്കും? അത് അത്ര പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേരള കോൺഗ്രസുമായി പല സന്ദർഭങ്ങളിലും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തൊരു പാർട്ടിയാണ്. 1980 കെ.എം. മാണിയുടെ കേരള കോൺഗ്രസ് LDF-ലുണ്ടായിരുന്നു. പിന്നീട് കെ.എം. മാണി നായനാർ മന്ത്രിസഭയിൽ നിന്ന് പിന്തുണ പിൻവലിച്ച് UDF-ലേക്ക് പോയി. അന്ന് മുതൽ കെ.എം. മാണി UDF-ലാണ്. അന്ന് UDF-ന്റെ കൂടെ ഉണ്ടായിരുന്ന P.J. ജോസഫ് പിന്നീട് ഇടതുപക്ഷത്തിനോടൊപ്പം വന്നു. 1989 മുതൽ P.J. ജോസഫ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഇടതുപക്ഷത്തിന്റെ കൂടെയായിരുന്നു. ഇങ്ങനെ ജോസഫും മാണിയും പല സന്ദർഭങ്ങളിലും ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുകയും വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 81 LDF വിട്ട കെ.എം. മാണി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം 2006 2011 LDF വിട്ടുപോയ P.J. ജോസഫ് ഇവരൊക്കെ അന്നെടുത്ത നിലപാട് അതിന്റെ ഭാഗമായിട്ട് UDF-ന്റെ കൂടെ കൂടിയപ്പോൾ അവർക്ക് കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ മാണി നടത്തിയുള്ള വെളിപ്പെടുത്തൽ കാണുന്നത്. കെ.എം. മാണി പറഞ്ഞിരിക്കുന്നത് മാണിയുടെ പാർട്ടിയുടെ ആളുകളെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ബ്രിഗേഡിയർമാരെ ബ്രിഗേഡ് ഉണ്ടാക്കി, ബറ്റാലിയൻ. എവിടെയും കേട്ടിട്ടുണ്ടോ ഒരു ബറ്റാലിയൻ? കോൺഗ്രസ് ബറ്റാലിയൻ ഉണ്ടാക്കി. അതിനുവേണ്ടി ഒരു ബറ്റാലിയനെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ നോക്കിയതാണ്. ഇതൊരു മുന്നണിയിൽ നടക്കുന്ന കാര്യമാണ്. ഇതെവിടെയെങ്കിലും നടന്നാൽ ഒരു നിമിഷം വൈകാതെ ആ മുന്നണി വിടേണ്ട. യഥാർത്ഥത്തിൽ മാണി ആ മുന്നണി വിടുന്നത് വൈകിപ്പോയി. ഇത് ആ സമയത്ത് തന്നെ അവർ ആ മുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് പണം കൊടുത്ത് കേരള കോൺഗ്രസിന്റെ ആളുകളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പൊ മാണി പറയുന്നത്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്.